നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മാരിടൈം ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന പേപ്പറിലെ സെക്കൻഡ് ബ്ലോക്കിലെ തേർഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വന്റ് ഓഫ് പോർച്ചുഗീസ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര്. അപ്പോൾ നമ്മളിവിടെ കടൽ മാർഗം ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനത്തെ കുറിച്ചൊക്കെ നമ്മൾ പ്രീവിയസ് യൂണിറ്റുകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ 15ാം നൂറ്റാണ്ടിന്റെ അവസാനത്തില്, അതായത് 1498 അല്ലെ, 15ാം നൂറ്റാണ്ടിന്റെ ഒടുക്കമായിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയിലേക്ക് നേരിട്ട് ഒരു കടൽ മാർഗം ഒരു പാത കണ്ടെത്തുക എന്നുള്ള വളരെ ശ്രമകരമായിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള ഒരു നാവികനാണ് വാസ്കോ ഡി ഗാമ. അപ്പോൾ ഇദ്ദേഹം ഇന്ത്യയിലെ കുരുമുളക്, ഏലം, കറുവപ്പട്ട, മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങൾ, ഇതൊക്കെ യൂറോപ്പില് ഇതിന് വലിയ ആവശ്യകത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ഇന്ത്യ എന്ന ഈ ഒരു വളരെ റിച്ച് ആയിട്ടുള്ള ലാൻഡുമായിട്ട് കച്ചവട ബന്ധം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അപ്പൊ കടൽ മാർഗം ഈ ഒരു മാർഗം കണ്ടെത്താനുള്ള, കടൽ വഴി ഇന്ത്യയുമായിട്ട് കച്ചവടം ചെയ്യാനുള്ള ഒരു മാർഗം കണ്ടെത്താനുള്ള കാരണങ്ങൾ പലതായിരുന്നു. ഒന്നാമത്തേത് സുഗന്ധ വ്യാപാരത്തിൽ നേരിട്ട് പങ്കെടുക്കുക എന്നുള്ളത്, സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിൽ നേരിട്ട് പങ്കാളികളാവുക എന്നുള്ളത്. മറ്റൊരു കാരണം അറബ് വ്യാപാര കുത്തക അവസാനിപ്പിക്കുക എന്നുള്ളത്. കാരണം ഇന്ത്യയുമായിട്ട് അറബികള് സമുദ്രം വഴി കച്ചവട ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു, നൂറ്റാണ്ടുകളായിട്ടുള്ള ഒരു ബന്ധമായിരുന്നു അത്. അപ്പൊ ഈ ഒരു വ്യാപാര കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് പുതിയ വ്യാപാര കുത്തക രൂപീകരിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ പുതിയ വിപണികളും കോളനികളും, കൊളോണിയലിസം എന്ന ഒരു ആശയം ഇതിന് നിദാനമായിട്ടുണ്ട്. മറ്റൊന്ന് ക്രിസ്തുമത പ്രചരണം നടത്തുക, അതുപോലെ സമ്പത്തും രാഷ്ട്രീയ സ്വാധീനവും വർദ്ധിപ്പിക്കുക, ഇതൊക്കെ അവരുടെ ലക്ഷ്യങ്ങളായിരുന്നു. ഇനി കടൽ മാർഗം കണ്ടെത്തിയത് നമുക്കറിയാം, കോഴിക്കോട്, കാപ്പാട് ഇദ്ദേഹം കാലുകുത്തിയതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാമൂതിരി ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ, സാമൂതിരി ഇവരുമായിട്ട് പോർച്ചുഗീസുകാരുമായിട്ട് കച്ചവടത്തിന് സന്നദ്ധനാണ്. പക്ഷെ അത് ഇവിടെയുള്ള അറബികളെ ഒഴിവാക്കുക എന്ന അവരുടെ ഡിമാൻഡ് സ്വീകരിക്കാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. ഉടനെ ഇദ്ദേഹം എന്താ ചെയ്തത്, ഈ നമ്മുടെ വാസ്കോ ഡി ഗാമയും സംഘവും നേരെ പോയത് സാമൂതിരിയുമായിട്ട് ഒരു അത്ര സുഖകരമായ ബന്ധത്തിലല്ലാതിരുന്ന കണ്ണൂർ വാഴുന്ന കോലത്തിരിയെ പോയി കാണുകയാണ് ചെയ്തത്. അതായത് ശത്രുവിന്റെ ശത്രുമിത്രം എന്ന ആ ഒരു പോളിസി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോലത്തിരി പോർച്ചുഗീസുകാരെ സാമൂതിരിക്കെതിരായിട്ട് സഹായിക്കുന്നു. അവിടെ നിന്ന് ധാരാളം കുരുമുളകൊക്കെ കയറ്റിക്കൊണ്ട് ഇവര് മടങ്ങി പോകുന്നൊക്കെ ഒരു രാഷ്ട്രീയ സംഭവങ്ങൾ, ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായാലും പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു മാരിടൈം പോയിന്റ് മാത്രമാണ് പഠിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മറ്റു ചരിത്രങ്ങളിലേക്ക് ഞാൻ വിശദമായിട്ട് കടക്കുന്നില്ല. ഓക്കെ, അപ്പൊ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ വ്യാപാര പ്രവർത്തനങ്ങൾ നോക്കാം. വ്യാപാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രഥമമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാര് കേരളം, ഗോവ, കണ്ണൂര്, കൊച്ചി തുടങ്ങിയ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങളൊക്കെ സ്ഥാപിച്ചു. കോഴിക്കോട്, കൊച്ചി, കണ്ണൂര്, ഗോവ, ദാമൻ, ദിയു എന്നിവയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. ഇനി അവര് പോർച്ചുഗീസ് വൈസ്രോയിമാരെയൊക്കെ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഫ്രാൻസിസ്കോ ഡി അൽമെയ്ഡയായിരുന്നു അവരുടെ ആദ്യത്തെ വൈസ്രോയി. 1505 മുതൽ 1509 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇദ്ദേഹം വൈസ്രോയി ആയിരുന്നത്. അപ്പൊ ഇവരുടെ ആദ്യത്തെ വൈസ്രോയി ബ്ലൂ വാട്ടർ പോളിസി, നീലജല നയം ഒക്കെ നടപ്പിലാക്കിയ വൈസ്രോയി ആയിരുന്നു. എന്താ ഈ നീലജല നയം എന്ന് പറഞ്ഞാല് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തില് പോർച്ചുഗീസ് നാവിക ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു നീലജല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി എന്ന് അറിയപ്പെടുന്നത്. അതിനുശേഷം 1509 മുതൽ 15 വരെയുള്ള കാലഘട്ടത്തില് വൈസ്രോയി ആയിരുന്നത് ആൽബുക്കർക്ക് ആയിരുന്നു, അൽഫോൻസോ ഡി ആൽബുക്കർക്ക്. ഇദ്ദേഹം പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്നാണ്, ദ റിയൽ ഫൗണ്ടർ ഓഫ് പോർച്ചുഗീസ് എംപയർ എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. 1510 ഗോവ പിടിച്ചടക്കിയതൊക്കെ ഇദ്ദേഹമാണ്. ഗോവയെ ഒരു പോർച്ചുഗീസ് ഭരണത്തിന്റെ ഒരു സ്ഥിരാകേന്ദ്രമായിട്ട് മാറ്റുന്നതൊക്കെ ഇദ്ദേഹമായിരുന്നു. ഇത് മാത്രമല്ല, ഇദ്ദേഹം നടപ്പിലാക്കിയ വളരെ അപലപനീയമായിട്ടുള്ള ഒരു പോളിസിയാണ് മിക്സഡ് കോളനി സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുമായിട്ട് പോർച്ചുഗീസുകാര് വിവാഹം കഴിക്കുകയും അങ്ങനെ ഒരു മിശ്ര കോളനി രൂപീകരിക്കുക, അവരുടെ മക്കളൊക്കെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു മിശ്ര കോളനി എന്ന് വെച്ചാല് അവരോട് കൂറുള്ള ലോയൽ ആയിട്ടുള്ള ഒരു വിഭാഗത്തെ, പോർച്ചുഗീസുകാരോട് ലോയൽറ്റി ഉള്ള ഒരു വിഭാഗത്തെ അവിടെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം, വളരെ അപലപനീയമായിട്ടുള്ള ഒരു
ശ്രമമായിരുന്നു അത്. അതുപോലെ തന്നെ കോട്ടകളും തുറമുഖങ്ങളൊക്കെ ശക്തിപ്പെടുത്തുക എന്നുള്ളതൊക്കെയാണ് ആൽബുക്കർക്കിന്റെ നയം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പോർച്ചുഗീസുകാരുമായി ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാർട്ടാസ് എന്ന ഒരു പാസ് സിസ്റ്റം. അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് പോർച്ചുഗീസുകാർ കാർട്ടാസ് എന്ന ഒരു യാത്രാ അനുമതി നൽകണം. ആ യാത്രാ അനുമതി വാങ്ങേണ്ടത് ഓരോ കപ്പലുകളും നിർബന്ധമായിരുന്നു. അത് നൽകാത്ത കപ്പലുകളെ കടലിൽ വെച്ച് തന്നെ അവർ കത്തിച്ചു കളയുന്ന ഒരു സിസ്റ്റം അതായിരുന്നു കാർട്ടാസ് സിസ്റ്റം. ഇത് ഈ കടൽ വ്യാപാരത്തെ നിയന്ത്രിക്കുന്നതിനുള്ള പോർച്ചുഗീസുകാരുടെ പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു. ഇനി മറ്റൊന്നാണ് മതപ്രചരണം എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാര് ഇന്ത്യയിലെത്തി പള്ളികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ സ്ഥാപിക്കുന്നു. അത് സെന്റ് ഫ്രാൻസിസ് സേവിയർ ഗോവയിലും ദക്ഷിണേന്ത്യയിലും ഒക്കെ മതപ്രചരണം നടത്തിയ ഒരു പോർച്ചുഗീസുകാരുടെ മതപ്രചരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അത്. ഇനി ഇവർ ധാരാളം സാംസ്കാരിക സംഭാവനകൾ നടത്തിയിട്ടുണ്ട്. പോർച്ചുഗീസുകാര് അവരുടെ കുറെ കാർഷിക വിളകൾ ഇന്ത്യയിൽ പരിചയപ്പെടുത്തി. കശുവണ്ടി, പൈനാപ്പിൾ, പപ്പായ, പേരയ്ക്ക, പുകയില, പിന്നെ പറങ്കിമുളക് എന്നറിയപ്പെടുന്ന ചില്ലി, ഇതൊക്കെയാണ്. അതുപോലെ അച്ചടി വിദ്യയൊക്കെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് അവരാണ്. ഈ പോർച്ചുഗീസ് ശക്തിയുടെ തകർച്ചയുടെ കാരണങ്ങൾ കൂടിയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. അതായത് ഇവര് ഭരണരംഗത്ത് വളരെ പരാജയമായിരുന്നു. അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ നിറഞ്ഞ വളരെ വീഴ്ചയുള്ള ഒരു ഭരണം തന്നെയായിരുന്നു. അത് അവരുടെ പതനത്തിനൊരു കാരണമാണ്. ഇനി മറ്റൊന്ന് മതപരമായിട്ടുള്ള അസഹിഷ്ണുത. അങ്ങേയറ്റം അസഹിഷ്ണുത പുലർത്തിയവരായിരുന്നു പോർച്ചുഗീസുകാര്. അവർ ഇന്ത്യയിൽ വന്നു മറ്റുള്ളവരെ പോലെ ഇന്ത്യയെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു ചെറിയ ശ്രമം പോലും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അവരെപ്പോഴും ഇന്ത്യയെ വളരെ പ്രിമിറ്റീവായും അവർ വളരെ പ്രബുദ്ധരായും സ്വയം കൽപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതി, അതായത് ഒട്ടും ഒരു യാതൊരു തരത്തിലുള്ള സഹിഷ്ണുതയും ഇല്ലാത്തത് കൊണ്ട് അത് അവരുടെ അധപ്പതനത്തിനുള്ള കാരണമായി. കൂടാതെ ഡച്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഒക്കെ വരവ് തീർച്ചയായിട്ടും പോർച്ചുഗീസുകാരുടെ ഒരു ശക്തി ക്ഷയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ തദ്ദേശീയ ഭരണാധികാരികളിൽ നിന്ന് അവരേറ്റ തിരിച്ചടികളും ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യയിലെത്തിയ പ്രധാനപ്പെട്ട ഒരു യൂറോപ്യൻ ശക്തി തന്നെയായിരുന്നു എന്തായാലും പോർച്ചുഗീസുകാര്. അപ്പൊ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തി എന്നതും യൂറോപ്യൻ കോളനി വൽക്കരണത്തിന് തുടക്കമിട്ടു എന്നുള്ളതും ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തില് പുതിയ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഗോവയെ ഒരു പ്രധാന വ്യാപാര ഇന്നും ശക്തമായിട്ടുള്ള ഒരു വ്യാപാര കേന്ദ്രമാണല്ലോ ഗോവ അല്ലെ. ഒരു ടൂറിസം ഇൻഡസ്ട്രി രംഗത്തൊക്കെ ആണെങ്കിലും വളരെ പേരെടുത്ത ഒരു പ്രദേശമാണ് ഗോവ. അപ്പൊ ഗോവയ്ക്ക് ഇങ്ങനെ ഒരു കൾച്ചർ കൊണ്ടുവന്നത് ഇവരാണ്, പോർച്ചുഗീസുകാരാണ്. അപ്പൊ ഇതെല്ലാം തന്നെ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ പോർച്ചുഗീസുകാരുടെ ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് നമുക്ക് കാണാം. ഇനി നമ്മള് മലബാർ തീരത്തെ പോർച്ചുഗീസുകാരുടെ വ്യാപാര ഏകാധിപത്യത്തെ കുറിച്ചാണ്. പോർച്ചുഗീസ് ട്രേഡ് മൊണോപ്പൊളി ഓഫ് ദ മലബാർ കോസ്റ്റ്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ 1498 വാസ്കോഡിഗാമ കോഴിക്കോട് എത്തിയതോടുകൂടി തന്നെ പോർച്ചുഗീസുകാര് മലബാർ തീരത്ത് വ്യാപാരം ആരംഭിക്കുകയായി. പിന്നീട് അവര് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിലെ പ്രത്യേകിച്ച് കുരുമുളക്, ഏലം വ്യാപാരത്തിലൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കുരുമുളക് തന്നെയായിരുന്നു ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യ മേഖല എന്ന് പറയുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ അറബ് വ്യാപാര കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് ആ മൊണോപ്പൊളി ഇവരെ ഏറ്റെടുക്കുക, ഇവർക്കൊരു ഏകാധിപത്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ കുരുമുളക് വ്യാപാരത്തിന്റെ നിയന്ത്രണം ഇവരങ്ങ് ഏറ്റെടുത്തു. അപ്പൊ മലബാറിലെ കുരുമുളക് വ്യാപാരം പൂർണ്ണമായിട്ടും കൈവശപ്പെടുത്താനായിട്ട് ഇവര് ശ്രമിക്കുകയുണ്ടായി. ഇനി പ്രാദേശിക ഭരണാധികാരികളുമായിട്ട് ഇവര് കരാറുകൾ ഉണ്ടാക്കി. കർഷകരിൽ നിന്നും വ്യാപാരികളിൽ നിന്നും ഒക്കെ നേരിട്ട് സുഗന്ധവ്യഞ്ജനങ്ങൾ അവര് വാങ്ങിച്ചു. കാർട്ട സമ്പ്രദായം ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനു വേണ്ടിയിട്ട് കച്ചവടം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവര് ധാരാളമായിട്ട് തുറമുഖങ്ങളും കോട്ടകളും, കൊച്ചിയിലും കണ്ണൂരും ഗോവയിലും ഒക്കെ പോർച്ചുഗീസ് കോട്ടകളുണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ ഈ ഒരു പോർച്ചുഗീസുകാരുടെ ഇവിടുത്തെ നയങ്ങളുടെ ഭാഗമായിരുന്നു. അതുകൂടാതെ ഇവര് വളരെ ശക്തമായിട്ടുള്ള ഒരു നാവിക സേനയായിരുന്നു. ഇവർക്ക് നാവിക മേഖലയിൽ അല്ലെങ്കിൽ കടലില് ഇവരെന്നും വലിയ പുലികളായിരുന്നു. കാരണം ഇവർക്ക് ഒരു വലിയ നാവിക പാരമ്പര്യമുള്ള രാജ്യമാണ് പോർച്ചുഗൽ എന്ന് പറയുന്നത്. പോർച്ചുഗലും സ്പെയിനും ഒക്കെ ആണെങ്കിൽ ഒരു നാവിക പാരമ്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു നാവിക സേന ഇവർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇവരൊരു വലിയ നേവൽ ഫോഴ്സ് ആയിരുന്നു. അപ്പോൾ ശക്തമായിട്ടുള്ള നാവികസേനയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇവര് അറബ് വ്യാപാരികളെയും മറ്റു യൂറോപ്യൻ ശക്തികളെയൊക്കെ ചെറുത്ത് നിൽക്കാനായിട്ട് ഇവർക്ക്
സാധിച്ചിട്ടുണ്ട്. ഇനി പ്രാദേശിക ഭരണാധികാരികളുമായിട്ടൊക്കെ പല സഖ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവർ മുന്നോട്ട് പോയി. അതായത് കോഴിക്കോട് സാമൂതിരിയായിട്ടൊക്കെ പലപ്പോഴും സംഘർഷം ഉണ്ടായിരുന്നെങ്കിലും കൊച്ചി രാജാവുമായിട്ട്, അതായത് ഇവരോട് എതിർപ്പുള്ള മറ്റൊരാളെ പോയി കണ്ടിട്ട് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക, ഇങ്ങനെ ഒരു ആശയത്തിൽ അധിഷ്ഠിതമായിട്ടാണ് അവർ മുന്നോട്ട് പോയത്. അതുപോലെ കൊച്ചി രാജാവിന്റെ സഹായത്തോട് കൂടിയിട്ട് മലബാറിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറുക്കൻ നയങ്ങളിലൂടെയാണ് അവര് കൂടുതലായിട്ടും ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നത്. പിന്നീട് 17-ാം നൂറ്റാണ്ടിലെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഒക്കെ മലബാറിൽ എത്തിയതോട് കൂടിയിട്ട് പോർച്ചുഗീസുകാരുടെ ഏകാധിപത്യമൊക്കെ തകർന്നു. അപ്പൊ അതിന്റെ പ്രധാന കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ തന്നെ കെടുകാര്യസ്ഥതയും കൊള്ളരുതായ്മകളും അവരുടെ പല നയങ്ങളും ഭരണത്തിലെ അഴിമതിയും സ്വജനപക്ഷപാതവും ഒക്കെ തന്നെയായിരുന്നു അവരുടെ ഏകാധിപത്യം തകരുന്നതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇനി പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് ലാറ്റിനൈസേഷൻ ആണ്. അതായത് ലത്തീൻ വൽക്കരിക്കാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമം. അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിയതിനു ശേഷം വ്യാപാരത്തോടൊപ്പം തന്നെ അവർ ക്രിസ്തുമത പ്രചാരണവും അവരുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിരുന്നു. കേരളത്തില് പ്രത്യേകിച്ച് സെന്റ് തോമസ് ക്രൈസ്തവരെ, അതായത് സുറിയാനി ക്രിസ്ത്യാനികളെ റോമൻ കത്തോലിക്ക സഭയുടെ കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമത്തെയാണ് നമ്മൾ ലാറ്റിനൈസേഷൻ എന്നറിയപ്പെടുന്നത്. എന്താ ഈ ലാറ്റിനീകരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലാറ്റിനീകരണം എന്നത് സുറിയാനി സഭയുടെ ആരാധനക്രമവും അതുപോലെ അവരുടെ ആചാരങ്ങളും ഭരണരീതിയും ഒക്കെ മാറ്റിയിട്ട് ലാറ്റിൻ രീതി അഥവാ റോമൻ രീതി, കത്തോലിക്ക സഭയുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നടപ്പിലാക്കാനുള്ള പോർച്ചുഗീസുകാരുടെ ശ്രമത്തെയാണ് നമ്മൾ ലാറ്റിനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ കേരളത്തിലെ ക്രൈസ്തവ സഭകളെ റോമൻ മാർപ്പാപ്പയുടെ കീഴിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇവിടെ ഈ സുറിയാനി ആരാധനാക്രമമൊക്കെ മാറ്റിയിട്ട് ലാറ്റിൻ ആരാധനാക്രമം നടപ്പിലാക്കി. കൂടാതെ കത്തോലിക്ക മതവിശ്വാസം ശക്തിപ്പെടുത്തി. ഇത് പോർച്ചുഗീസ് മത രാഷ്ട്രീയ സ്വാധീനമൊക്കെ വർദ്ധിപ്പിക്കുന്നതിനും വ്യാപിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടിയായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് പല നടപടികൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉദയംപേരൂർ സുനഹദോസും പൂനൻ കുരിശ് സത്യമൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ കേട്ട് പരിചയിച്ചിട്ടുള്ള വാക്കുകളാണ് അല്ലെ. അപ്പം ഈ ഉദയംപേരൂർ സുന്നഹദോസ് എന്താണെന്ന് നോക്കാം. 1599 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചരിത്രത്തിലെ ഒരു വർഷമാണ് 1599, പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ ആർച്ച് ബിഷപ്പ് അലക്സ് ഡിയോ മെനസസ് എന്ന ഒരു വ്യക്തിയാണ് ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അതായത് സുറിയാനി സഭയുടെ നിരവധി ആചാരങ്ങളെ ഇവരെ നിരോധിച്ചു. കൂടാതെ സുറിയാനി ഗ്രന്ഥങ്ങളിൽ ചിലത് കത്തിച്ചു കളയുകയും ചിലത് തിരുത്തുകയും ഒക്കെ ചെയ്തു. കൂടാതെ ലാറ്റിൻ ആരാധനാക്രമം, പള്ളികളില് ലത്തീൻ ആരാധനാക്രമം ഇവര് സ്ഥാപിക്കുകയും ചെയ്തു. ആരാധനാക്രമത്തിലെ ഈ മാറ്റങ്ങൾ, അതായത് സുറിയാനി ഭാഷയുടെ ഉപയോഗം കുറച്ചു, റോമൻ കത്തോലിക്ക ആചാരങ്ങൾ പ്രചാരത്തിൽ കൊണ്ടുവന്നു, ഈ സുറിയാനി ഭാഷയ്ക്ക് പകരം ലാറ്റിൻ ഭാഷ ഉപയോഗിച്ചു. അപ്പൊ സഭാഭരണത്തിലെ മാർപ്പാപ്പയുടെ അധികാരം കൂടുതൽ ഉറപ്പിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ഇവര് ചെയ്തു. ഇനി കൂടാതെ മിഷണറി പ്രവർത്തനങ്ങളായിരുന്നു. ജസ്യൂട്ട് മിഷണറിമാര് വിദ്യാഭ്യാസവും മതപ്രചാരണവും ഒക്കെ വർദ്ധിപ്പിച്ചു വന്നു, വ്യാപിപ്പിച്ചു. പള്ളികളും ധാരാളമായിട്ട് വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചു. കൂടാതെ ഈ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവര് ഈ ഒരു ലാറ്റിൻ ക്രമത്തെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നത്. എന്നാൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ആരും തൊണ്ട തളർന്ന് വിഴുങ്ങിയിട്ടൊന്നുമില്ല. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടായി. അപ്പൊ നിരവധി സുറിയാനി ക്രൈസ്തവർ പോർച്ചുഗീസുകാരുടെ നടപടികളെ എതിർത്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമാണ് നമ്മൾ 1599 ഉദയംപേരൂർ സുന്നഹദോസിനോട് കൂട്ടി നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് പൂനൻ കുരിശ് സത്യം, പൂനൻ ക്രോസ് ഓത്ത് എന്നറിയപ്പെടുന്നത് അല്ലെ. അത് എന്നാണ് വർഷം? 599 ഉദയംപേരൂർ നടന്നതെങ്കിൽ 1653 കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പൂനൻ കുരിശ് സത്യം നടക്കുന്നത്. അതായത് ലാറ്റിനീകരണത്തിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു പൂനൻ ക്രോസ് ഓത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ തുടർന്ന് കേരള സഭയിൽ ഒരു ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ട്. ലാറ്റിനീകരണത്തിന്റെ ഫലങ്ങൾ കേരള ക്രൈസ്തവ സമൂഹത്തിലെ ഭിന്നിപ്പുണ്ടായി. റോമൻ കത്തോലിക്ക സഭയുടെ സ്വാധീനം വർദ്ധിച്ചു. സുറിയാനി പാരമ്പര്യത്തിന് ഒരു ഭാഗികമായിട്ടുള്ള ഒരു ക്ഷതം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭകളുടെ ചരിത്രത്തിൽ ഇത് വലിയ വഴിത്തിരിവായിട്ട് മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുമ്പോൾ പോർച്ചുഗീസ് ബന്ധത്തിന്റെ അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ഇവിടെ വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഫലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ലാറ്റിനൈസേഷനും അതിനെതിരെ ഇന്ത്യയില് കേരളത്തില് അല്ലെ, നമുക്ക് പെക്യൂലിയർ ആയിട്ട് പറഞ്ഞാൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഉദയംപേരൂർ സുന്നഹദോസും അതുപോലെ തന്നെ പൂനൻ കുരിശ് സത്യവും. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് ആണ്
താങ്ക് യു.